എന്ത്? കംസരാജ്യത്തിൽ നാരായണ നാമജപമോ? അതെ, നാരായണ നാമജപം നിർത്താൻ പറഞ്ഞപ്പോ ധിക്കാരത്തോടുള്ള തർക്കുത്തരമായിരുന്നു പ്രഭു. ഭഗവത് നാമം നിരോധിച്ചത് ആരാണെന്ന് അറിഞ്ഞേ പറ്റുപോലും. അറിയണം, ഇവരത് അറിഞ്ഞേ പറ്റൂ. മഹാരാജൻ, സാധുക്കളായ മുനികുമാരന്മാർ അവരെ ഉപദ്രവിക്കരുതെന്നല്ലേ രാജഗുരു പറഞ്ഞത്? നേരാണ്. പരമസാധുക്കളായ മുനികുമാരന്മാർ. ഈശ്വര നാമജപം നിരോധിച്ചതാരാണെന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത്? നാം ഭോജരാജാവായ കംസൻ, മധുരയുടെ മഹാരാജൻ. കൊള്ളാം, നല്ല ഐശ്വര്യമുള്ള മുഖങ്ങൾ. പറയൂ, ആരാണ് നിങ്ങൾ? യദുകുലാചാര്യനായ ഗർഗ മഹർഷിയുടെ പരമ്പരയിൽപ്പെട്ടവരാണ് ഞങ്ങൾ, കൗശികന്റെ മക്കൾ. കംസരാജ്യത്തിൽ കൗശികസുതന്മാർക്ക് എന്ത് കാര്യം? ഞങ്ങൾ വഴിതെറ്റി വന്നതാണ്. നാട് നീളെ നാരായണ നാമം പാടി ജീവിക്കുന്നവരാണ് ഞങ്ങൾ. കൊള്ളാം, നല്ലൊന്നാന്തരം തൊഴിൽ. രാജഗുരു, ഇവർക്ക് എന്ത് സമ്മാനമാണ് നാം നൽകേണ്ടത്? അവർക്കുള്ള സമ്മാനം ഭഗവാൻ തന്നെ നൽകട്ടെ പ്രഭു. അവരെ വിട്ടയക്കണം. വിട്ടയക്കാനോ? നാം വിലക്ക് കൽപ്പിച്ച ജീവിതചര്യയുമായി നാട്ടിൽ അതിക്രമിച്ചു കയറിയ ഇവരെ വിട്ടയക്കാനോ? വിലക്ക് ലംഘിച്ചവരെ വിലങ്ങ് വെക്കാതെ വിട്ടയക്കാൻ മാത്രം വിഡ്ഢിയാണ് നാമെന്ന് കരുതുന്നുണ്ടോ രാജഗുരു? ശിക്ഷിക്കണം. മേലിൽ ആരും ഇത് ആവർത്തിക്കാതിരിക്കാൻ നാം കൊടുക്കുന്ന മാതൃകാപരമായ ശിക്ഷ അല്ലേ മന്ത്രി സത്തമ? അതെ മഹാരാജൻ. ശിക്ഷിക്കാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? അതിനിയും മനസ്സിലായില്ലേ? നമ്മുടെ രാജ്യത്തിൽ നാവ് നമ്മെ ഭജിക്കാൻ മാത്രം, കാതുകൾ നമ്മുടെ ആജ്ഞ കേൾക്കാൻ മാത്രം, കൈകൾ നമ്മുടെ പാദങ്ങൾ തഴുകാൻ മാത്രം. അതിന് വിപരീതമായി സന്ദേശങ്ങൾ പാടി നടക്കുന്നത് രാജ്യദ്രോഹമല്ലേ മക്കളെ? പറയൂ. നാരായണ നാമജപം രാജ്യദ്രോഹമോ? പൂജയും ഭജനയും വിലക്കാനുള്ള അധികാരം ആർക്കാണുള്ളത് മഹാരാജൻ? നമുക്ക്, ഈ കംസ മഹാരാജന്. കഷ്ടം. ഗുരു, രാജകൽപ്പന ധിക്കരിച്ച ഈ അഹങ്കാരികൾ പറയുന്നത് കേട്ടില്ലേ? മഹാരാജൻ, കാറ്റിന്റെ ഗതി, നദിയുടെ ഒഴുക്ക്, കുയിലിന്റെ പാട്ട്, ഈശ്വരന്റെ ഇച്ഛ, ഇതൊന്നും ആർക്കും തടയുവാൻ കഴിയും. നമുക്കത് സാധ്യമാകും. ഭഗവത് നാമം ഒഴുകുന്ന ഈ മുനികുമാരഖണ്ഡങ്ങൾ ഛേദിച്ചാൽ നിലയ്ക്കില്ലേ രാജഗുരു ഇവരുടെ കീർത്തനം? രാജഗുരുവിന് വർഗസ്നേഹമല്ല, രാജസ്നേഹമാണ് വേണ്ടത്. യജമാന സ്നേഹമാണ് വേണ്ടത്. ക്ഷീരമേകുന്ന കരങ്ങളിൽ ദംശിക്കാൻ ഒരുമ്പെടരുത് രാജഗുരു. രാജഗുരു കംസരാജധാനിക്ക് അലങ്കാരം മാത്രമായിരുന്നാൽ മതി. മിണ്ടാം, നമ്മുടെ ഇച്ഛകൾക്ക് സമ്മതം മൂളാൻ മാത്രം. പ്രഭു, ഇത് ഈശ്വര നിന്ദയ്ക്ക് സമാനമാണെന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങേക്കുമില്ലേ ഈശ്വര വിശ്വാസം? ഇല്ല, കംസനുള്ളത് ആത്മവിശ്വാസം മാത്രം. ആ ആത്മം തന്നെയല്ലേ ഈശ്വരൻ? ആത്മീയ സംവാദ സദസ് അല്ലിത്. ഇവിടെ നടക്കുന്നത് വിചാരണയാണ്. രാജകൽപ്പന ലംഘിച്ച ഈ ധിക്കാരികളുടെ വിചാരണ. പ്രദ്യോത പ്രഭു, ഗർവിഷ്ഠരായ ഈ കുടില ബാലകന്മാർക്ക് നാം എന്ത് സമ്മാനമാണ് നൽകേണ്ടത്? പാമ്പ് ചെറുതാണെങ്കിലും പ്രഹരിക്കുന്ന ദണ്ട് വലുതാവണം. തടവറയിൽ അടച്ചയുടൻ ആദ്യ സമ്മാനം 50 ചാട്ടമാറടി, വിശപ്പടക്കാൻ കുതിരച്ചാണകം, ദാഹം തീർക്കാൻ കഴുതമൂത്രം, മരണം വരെ കാരാഗ്രഹവാസം. ഒന്നിനും ഒരു കുറവും വരുത്തില്ല. അതെ, അതുതന്നെയാണ് വേണ്ടത്. ഉത്തരവ്. നോക്കി നിൽക്കാതെ പിടിച്ച് തടവറയിൽ അടക്കിൻ. ഉത്തരവ്. ഇരുപത്, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. അനക്കമില്ല. 100 വീതമാ വേണ്ടിയിരുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ ആര് കൽപ്പിച്ച വിലക്കാണെന്ന്? പോവാ. നാളില്ല, നാളെയുമില്ല.